പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്തേ. നാം ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 ധനുമാസം 24-ാം തീയതി മുതൽ ധനുമാസം 30-ാം തീയതി വരെയുള്ള, ജനുവരി 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ ഒരു പ്രത്യേകത, ജനുവരി 14-ാം തീയതി, അതായത് ധനുമാസം 30-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുകയാണ്. ഉത്തരായനകാലം ആരംഭിക്കുകയാണ്. ഉത്തരായണം. സൂര്യൻ ഇനി അങ്ങോട്ടേക്ക് മകരം 1-ാം തീയതി മുതൽ, ദാറ്റ് മീൻസ് ധനുമാസം 30-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി സൂര്യൻ മകരത്തിലേക്ക് പ്രവേശിക്കും. പിന്നെ അങ്ങോട്ടേക്ക് 6 മാസം ഉത്തരായന കാലമാണ്. സൂര്യൻ ഏറ്റവും ബലവാനായി നിൽക്കുന്ന സമയമാണ് ഉത്തരായന കാലം. സൂര്യൻ അങ്ങേയറ്റം അതിൻ്റെ പ്രചണ്ഡമായ കിരണങ്ങൾ നമ്മിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് അന്തരീക്ഷം ആകെ എന്തായി മാറും? ചൂടോടുകൂടിയിരിക്കുന്ന ഒരു സമയമാണ്. സൂര്യാഘാതമൊക്കെ സംഭവിച്ച ആളുകൾ മരിക്കുന്ന കാഴ്ചകൾ പണ്ട് തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ നാം വായിക്കാറുണ്ട്. ഇന്ന് കേരളത്തിലും അപ്രകാരം തന്നെയാണ്. മീനമാസത്തിലാണ് സൂര്യൻ ഏറ്റവും ഉഷ്ണം അനുഭവിക്കുക. മീനമാസത്തിലെ സൂര്യൻ അതിൻ്റെ പ്രചണ്ഡ രശ്മികൾ വെച്ച് മനുഷ്യന് ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടാക്കും. അത് ഓരോ രാജ്യങ്ങളിലും അങ്ങനെയാണ്. മിഡിൽ ഈസ്റ്റിൽ എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ ജൂൺ മാസം മുതൽ ആഗസ്റ്റ് മാസം വരെയുള്ള സമയമാണ്. അങ്ങേയറ്റം ചൂട്, മനുഷ്യൻ നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട് അനുഭവിക്കുക മിഡിൽ ഈസ്റ്റിൽ ആ സമയത്താണ്. ഏതായാലും ഈ ഒരു വാരഫലം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് വരികയാണ്. ഉത്തരായനം വരികയാണ്. മകരം 1 മുതൽ അങ്ങോട്ടേക്ക് ഉത്തരായനം വരും. ഉത്തരായനം വളരെ സൂര്യന് പ്രാധാന്യമുള്ളതുകൊണ്ട് വ്യക്തികളുടെ ആത്മപ്രഭാവത്തിനൊക്കെ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന 6 മാസങ്ങളാണ് പിന്നെ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഉത്തരായന കാലത്താണ് സൂര്യൻ അതിൻ്റെ അങ്ങേയറ്റം 10-ാം ഉദയം, മേടമാസം മുതലുള്ള സമയമൊക്കെ സൂര്യൻ ഏറ്റവും പവർഫുള്ളായി വരുന്ന മാസം. ഏതായാലും വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വാരത്തിൽ നാം ചർച്ച ചെയ്യുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ പൊസിഷൻ നമുക്ക് ചിന്തിക്കാം. പൂരം നക്ഷത്രത്തിലാണ് ഈ ഒരു വാരം തുടങ്ങുന്നത്, വ്യാഴാഴ്ച. ഇവിടെ മേടത്തിലും ഇടവത്തിലും ഗ്രഹങ്ങളില്ല. മിഥുനത്തിൽ വ്യാഴമാണ്, ചിങ്ങത്തിൽ കേതു, ചന്ദ്രൻ, ധനുവിലാണ് മറ്റെല്ലാ ഗ്രഹങ്ങളും, സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ. പിന്നീട് കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനിയും. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമുക്ക് ഓരോ രാശിയിലെയും ഗ്രഹനില എപ്രകാരമാണ് മേടൻ രാശി മുതൽ മീനം രാശി വരെ ഉള്ളത് എന്നാണ് നാം ഈ വാരത്തിൽ ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക രോഹിണി, മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇടവൻ രാശിക്കാർക്ക്. 2-ാം ഭാവത്തിൽ വ്യാഴമാണ്. എവിടെ? മിഥുനത്തിൽ. 4-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു. അഷ്ടമത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും വരുന്നത്. എവിടെ? ധനുവിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ. പിന്നെ 10-ാം ഭാവത്തിൽ രാഹു, 11-ാം ഭാവത്തിൽ മീനത്തിൽ ശനി. ഇവിടെ 4-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് പ്രായണ രാശിയെ സംബന്ധിച്ചോളം പല കാര്യത്തിലും നല്ലതാണ്. അമ്മയുടെ ആരോഗ്യവിഷയം ശ്രദ്ധിക്കണം. അമ്മയുടെ അമ്മ അവർക്കുണ്ടാകുന്ന കേതുവോട് കൂടിയുള്ള യോഗം അത്ര നല്ലതല്ല വിഷയത്തിലേക്ക്. പക്ഷെ തനിക്ക് നല്ല സഹായികൾ, കർമ്മമേഖലയിൽ തന്നെ സഹായികളെ കൊണ്ട് ഗുണം ലഭിക്കും. കർമ്മത്തിന് ബുദ്ധിമുട്ടില്ല. കർമ്മസ്ഥാനത്തേക്ക് ചന്ദ്രൻ്റെ ദൃഷ്ടിയാണ്. നല്ല സഹായികൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ തന്നെ വ്യാപാരത്തിലേക്ക് വരിക, വിദേശത്തുള്ള സഹോദരങ്ങൾ വന്ന് തനിക്ക് ബുദ്ധിമുട്ടുള്ള തന്നെ സഹായിക്കുക, ഫണ്ടിങ് ചെയ്യുക. ആ രീതിയിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ ഈ വാരത്ത് ധൈര്യപൂർവ്വം നടത്താം. ഇവിടെ കർമ്മസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്, 2-ൽ വ്യാഴമുണ്ട്. പക്ഷേ എല്ലാ ഗ്രഹങ്ങളിലും അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട്. അതത്ര നല്ലതാണോ? അല്ല. സൂര്യനും ചൊവ്വയും ശുക്രനും ബുധനും ഒക്കെ 8-ൽ നിൽക്കുന്ന അത്ര ഗുണമല്ല. പലപ്പോഴും രേഖാപരമായ വിഷയത്തിൽ ചതിവ് വരിക, കൊടുത്ത ധനം തിരിച്ചു കിട്ടാതിരിക്കുക. പിന്നെ ധനം ചോദിക്കുമ്പോൾ ഏത് ധനം, എന്ത് ധനം, ആര് തന്നു, രേഖയില്ലാതെ ഒരു ഒരു രൂപ പോലും കൊടുക്കരുത്. ഡോക്യുമെൻറ്റ് ഷുഡ് ബി വെരി ക്ലിയർ. സൈൻ ചെയ്യാതെ ഒന്നിലും കൊടുത്താൽ വാവിട്ട വാക്കും കൈവിട്ട ആയുധം എന്നാണ് പറയുക. ഇവിടെ കൈവിട്ട് കൊടുക്കുന്ന എന്തും അത് അപ്രകാരം തന്നെ വായി കൊണ്ട് കൊടുക്കുന്ന പ്രോമിസസ് അതും ശ്രദ്ധിക്കണം. തനിക്ക് പറ്റാത്ത ഒരു പ്രോമിസസും താൻ ചെയ്യാൻ പാടില്ല, ചതിക്കപ്പെടും. അപ്രകാരം തന്നെ തനിക്ക് പേരുദോഷം വരും. താനൊരു കാര്യം കമ്മിറ്റ് ചെയ്യുക, ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരുമ്പോൾ അവിടെ ബുദ്ധിമുട്ടുകൾ വരും. പലപ്പോഴും ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുക, ആ സമയത്ത് രജിസ്ട്രേഷൻ യഥാസമയം നടക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, അതിലൂടെ തനിക്ക് ധനനഷ്ടം വരിക. ഇതൊക്കെ അനുഭവിക്കുന്ന ഭാരമാണിതെന്നറിയുക. വളരെ ജാഗ്രത പാലിക്കണം ഈ ഒരു
വാരം. ഡോക്യുമെൻറ്റ് ഷുഡ് ബി വെരി കെയർഫുൾ. അപ്രകാരം ഞാൻ പറഞ്ഞു, റാഷ് പ്രോമിസൊന്നും ചെയ്യാൻ പാടില്ല. അനാവശ്യമായ ഭൂമി വിവാദങ്ങൾ, ഭൂമി തർക്കങ്ങൾ ഉണ്ടാകാം. മധ്യസ്ഥത വഹിക്കാൻ പറ്റിയ വാരമല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഡോക്യുമെൻറ്റ്സൊക്കെ വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും പൂർണ്ണമായ സ്വത്ത് ലഭിക്കാതെ വിവാദങ്ങളിൽ പെടാം. പക്ഷേ തനിക്ക് ചില ഭൂമി കിട്ടാനൊക്കെ അനുകൂലമായ സമയമുണ്ട് 4-ൽ ചന്ദ്രൻ വരുന്ന ഈ ഒരു വാരത്ത്. യഥാ ബന്ധുഗോ ബാന്ധവേഹി അത്ര ജന്മ നൃപദ്വാര സർവാധികാരി സദൈവ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. തനിക്ക് പല അധികാരങ്ങളും ലഭിക്കാം കർമ്മമേഖലയിൽ. വയസ്സാദ്യമേ താദൃശം നൈവ സൗഖ്യം. ഈ വാരത്തിൻ്റെ തുടക്കം നന്നില്ല, പക്ഷേ പിന്നെ നന്നാവും. സുതസ്ത്രീ കാണാത്തോഷം ആയാതി സമയം. പലപ്പോഴും തൻ്റെ ഫാമിലിയെ കൂട്ടി വരേണ്ട യോഗമുണ്ടാവുക, അല്ലെങ്കിൽ വിദേശത്ത് ജോലി കിട്ടി അവിടെ ഭാര്യയെ കൂട്ടി വരിക, ഭാര്യാസുഖം ലഭിക്കുക, അല്ലെങ്കിൽ അവിചാരിതമായി ചില ലീവ് ലഭിച്ച് നാട്ടിലേക്ക് പോവുക, ഭാര്യാസുഖം, മക്കളുമായിട്ടുള്ള സുഖം, നാട്ടിൽ പോയി കറങ്ങാനൊക്കെ പോവുക. ഈ രീതിയിലുള്ള പെർമനൻ്റായ സുഖമല്ല, താൽക്കാലികമായ സുഖത്തിൻ്റെ ഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ ഒരു രാശിയിൽ നിൽക്കുന്നത് 2.25 നക്ഷത്ര ദിനങ്ങൾ മാത്രമാണ്. അതിനാൽ പരിമിതമായ സമയത്ത് അവിചാരിതമായ ചില യാത്രകളും ചില സുഖങ്ങളും ഫാമിലി ഉണ്ടാകുന്ന മനസ്സമാധാനവും ഈ പ്രാവശ്യം ഉണ്ടാകും. വളരെ ശാരീരികമായി അസ്വസ്ഥത, ഷുഗർ പേഷ്യൻസ് ശ്രദ്ധിക്കണം. അവരുടെ 2ാം ഭാഗം കിഡ്നിയെ ബാധിക്കുന്ന അവസ്ഥ വരും. കിഡ്നിയെ വളരെ ശ്രദ്ധിക്കണം, ഇൻഫെക്ഷൻസ് വരാം. അപ്രകാരം പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ് ശ്രദ്ധിക്കണം. സ്ത്രീകൾ ഗർഭാശയ സംബന്ധമായി യൂട്രസുമായി ബന്ധപ്പെടുന്ന സർജറിക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയമാണ്. ശാരീരികമായി മേൽപ്പറഞ്ഞ ഭാഗങ്ങളിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും മൂത്രാശയങ്ങളുമായി യൂട്രസുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കണം. ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് ചില ബുദ്ധിമുട്ടുകൾ വരും, ശ്രദ്ധിക്കുക. പിന്നീട് ഈ ഒരു വാരം നിർബന്ധമായും ആരോഗ്യ വിഷയത്തിന് നാളികേരം കൊണ്ട് മുട്ടറക്കണം, ദേഹമുട്ടി ചെയ്യുക. ശത്രു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും, ശത്രുമുട്ടി ചെയ്യുക. ദാമ്പത്യത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം. ചില അന്യ സ്ത്രീകൾ തൻ്റെ ലൈഫിലേക്ക് വരുന്ന സമയമാണ്, പുരുഷനും സ്ത്രീയുമായാലും. അവിചാരിതമായ ചില സ്ത്രീ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ പുരുഷ സൗഹൃദങ്ങൾ ഉണ്ടാവുക. പലപ്പോഴും മക്കളും ഭർത്താവും സംശയിക്കും, അല്ലെങ്കിൽ ഭാര്യ സംശയിക്കും തന്നെ. ആ ഒരവസ്ഥ വരും. അത് മാനസിക സംഘർഷത്തിലേക്ക് കുടുംബ പശ്ചാത്തലം വലിച്ചിഴക്കാൻ പാടില്ല. നൈമിഷികമായ സുഖത്തിന് വേണ്ടി ചിന്തിക്കുന്നതൊക്കെ തന്നെ അതിനർത്ഥമില്ല എന്ന് പറയും. ശങ്കരാചാര്യരുടെ ആ പ്രസിദ്ധമായ ഭജഗോവിന്ദം എന്ന ശ്ലോകം ഓർമ്മിക്കേണ്ട വാരമാണ് ഇടവൻ രാശിക്കാർ. നാഭീസ്ഥാനവര നാഭീദേശം ജിഹ്വാമാഘ മോഹാവേശം. സ്ത്രീയുടെ ആ സ്തനഭരങ്ങളും നാഭിപ്രദേശങ്ങളും കണ്ട് എടോ വിഡ്ഢി, നീ മോഹിക്കരുത്. ഏതത് മാംസവിശ്രായുധമൽപ്പം മനസ്സി വിചിന്തയ വാരം വാരം. ഇതെന്താണ്? ചില സ്ഥലങ്ങളിൽ മാംസം മുഴച്ചു നിൽക്കുന്നതാണ്, ചില സ്ഥലത്ത് മാംസം കുഴിഞ്ഞു നിൽക്കുന്നതാണ് എന്ന് ചിന്തിച്ചാൽ നിനക്ക് എന്തുണ്ടാകില്ല? മോഹമുണ്ടാകില്ല. അതിനാൽ മോഹം ത്യജിക്കണമെന്ന് ശങ്കരാചാര്യർ ഓർമ്മിപ്പിക്കുന്നു നമ്മെ. നന്മകൾ മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.